ഉപേക്ഷിച്ചിട്ട് പോകാനല്ല കർത്താവ് ഈ പന്തലിൽ വന്നത്. കുറെ വഴക്ക് പറഞ്ഞിട്ട് പോകാനല്ല കർത്താവ് ഈ പന്തലിൽ വന്നത്. എൻ്റെയും നിന്റെയും ഉള്ള അവസ്ഥ ഉള്ളതുപോലെ ഉള്ളു തുറന്ന് പറഞ്ഞു കൽപ്പിച്ചിട്ട്, കുഞ്ഞ്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ നനയ്ക്കുന്നത് ഒന്നുമല്ല. നീ അത്രമാത്രം വഷളത്വം നിറഞ്ഞൊരു വ്യക്തിയാണ്. നിന്നെ പുതുക്കാൻ, നിന്നെ പുനർസൃഷ്ടിക്കാൻ, നിന്നെ നെഞ്ചിലേറ്റാൻ, നിന്നെ ഉള്ളം കയ്യിലെടുക്കാൻ, നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ, എൻ്റെ മകനെന്ന് മകളെന്ന് മുദ്രകുത്തി വിളിക്കാൻ, എൻ്റെ പ്രേയസിയായി മണവാട്ടിയായി ചേർക്കാൻ എനിക്ക് മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പന്തലിൽ ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി പാപത്തിൻ്റെ കഴുകപ്പെടലിന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടാകും? അതോ മത്സരിയായി നീ പന്തൽ വിട്ട് മടങ്ങിപ്പോകുമോ? ലോകത്താരോട് വേണമെങ്കിൽ മത്സരിച്ച മക്കളെ, സ്വർഗത്തോടും കർത്താവിനോടും മത്സരിക്കില്ലേ? ദൈവത്തോടും ദൈവവചനത്തോടും മത്സരിക്കില്ലേ? ഈ യാത്ര ഇന്ന് വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഒരുങ്ങേണ്ടത് ഇപ്പോഴാണ്, അനുഭവിക്കേണ്ടത് ഇപ്പോഴാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, 7 ദിവസത്തെ പ്രോഗ്രാമല്ലേ, ഇന്ന് 1-ാം ദിവസം മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഇത് തുടക്കമല്ലേ, ഇപ്പോഴേ തീരുമാനമെടുക്കണം. നാളത്തേത് കേൾക്കാൻ ഒത്തില്ലെങ്കിലോ, നാളെ വരാനൊത്തില്ലെങ്കിലോ, നാളെ ആരെങ്കിലും കൊണ്ടുവരേണ്ട നിലയിലേക്ക് ആയിപ്പോയാലോ? നിശ്ചയമില്ലല്ലോ ദൈവമക്കളെ. ഒരുങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ.